അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒരാണ് വായിച്ച് കേൾപ്പിക്കാമല്ലോ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. മതി, എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചുകൊണ്ട് എല്ലാവരും അല്പസമയം ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച്. ആമേൻ. നമ്മളെ ശ്രദ്ധിക്കുന്ന ചില ആളുകളുണ്ട്. ഇന്ന് രാത്രി അവരുടെ കുടുംബങ്ങളിൽ ഒരു വിടുതൽ ആമേൻ നടക്കപ്പെടണം. ആമേൻ. ഈ ദേശത്തിൽ ഒരു വിടുതൽ നടക്കപ്പെടണം. ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇരുന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളുണ്ട്. ദൈവം അവരെ ഇന്ന് രാത്രി വിടുവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട് കുടുംബജീവിതത്തിനകത്ത് ചില വെല്ലുവിളികളോടുകൂടെ കഴിയുന്ന ചില കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ ദൂതന്മാർ ആ ഭവനങ്ങൾ കയറി ഇറങ്ങപ്പെടുന്നൊരു ഭവനമായി മാറപ്പെടേണ്ടതിന് എല്ലാ ദൈവമക്കളും അതരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്ത് സ്വസ്ഥതകൾ നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വളരെ ഭാരത്തോടുകൂടെ കഴിയുന്ന അനവധി കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രത്യേകാൽ വലിയൊരു വിടുതൽ ദൈവം അയച്ചിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം അവരുടെ ഇടയിൽ ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആമേൻ. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു. മതി. പ്രൈസ് ദി ലോർഡ്. 2 പേരുടെ ആരാധനയും പ്രാർത്ഥനയും ഒരു കാരാഗ്രഹത്തെ ചലിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഈ പട്ടണത്തെ കലക്കി യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേശത്തിലെ അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞിറങ്ങും. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. അവരാരാധിച്ചത് AC മുറിക്കകത്തല്ല, അവരാരാധിച്ചതൊരു പള്ളിക്കകത്തല്ല, അവരാരാധിച്ചത് ഇതുപോലൊരു ടെന്റ് അടിച്ച ഒരു ഹോളിൽ അല്ല. പകരം 2 പേർ ആരാധിച്ചത് കാരാഗ്രഹത്തിനകത്ത്. ആമേൻ. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭൃത്യന്മാരെ തടവറയിൽ അടയ്ക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിന്റെ ഭവനത്തിനകത്ത് ഇരച്ച് കയറി വരുന്ന ചില പ്രതിസന്ധികൾ, തിരമാല പോലെ ആഞ്ഞടിക്കുന്ന ചില വെല്ലുവിളികൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. 2025 ഈ 3-ാം മാസം 13-ാമത്തെ ഈ രാത്രിയിൽ ഒരു വലിയ വിടുതൽ നിന്റെ അകത്തളങ്ങൾ ഇറങ്ങി വരട്ടെ. ഈ 14-ാമത്തെ രാത്രി നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ. ചില ശക്തികൾ ഇന്ന് പുറത്തു വരും. ആമേൻ. കാലപ്പഴക്കം ചെന്ന് വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ അടിയും. കാരാഗ്രഹത്തിൽ 2 ദൈവദാസന്മാർ കിടക്കുകയാ. കാരാഗ്രഹത്തിനകത്ത് 2 ദൈവദാസന്മാർ കിടക്കുകയാ. പ്രാർത്ഥിക്കുന്നവനോടാണല്ലോ പോരാട്ടമുള്ളത്, പ്രാർത്ഥിക്കുന്ന സഭയോടാണല്ലോ പോരാട്ടമുള്ളത്. പാരമ്പര്യമാകുന്ന പള്ളിക്കകത്ത് പ്രശ്നമില്ല. എന്നാൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കരയുന്ന നിന്റെ കുടുംബത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു കരച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരം അതിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂത് പറയുന്നു. തലമുറകൾക്ക് വേണ്ടി കരയുന്ന സഹോദരിമാരെ, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുകയാണ്. 91
സങ്കീർത്തനം 10 വായിക്കുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനകത്ത് അടുക്കത്തില്ല. നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് ഇന്ന് രാത്രി വിടുവിക്കുന്ന ഒരു യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആരാടായി വേട്ടക്കാരൻ? എന്താടായി കെണി? ആമേ ഹല്ലേലൂയ. നിനക്കെതിരെ അഴിച്ചുവിട്ട രോഗങ്ങൾ, മഹാമാരികൾ ചില ശരീരം വിട്ട് ഇറങ്ങട്ടെ. റബ ഷഗ ലബ റബ ചുഡ മന. ഈ പ്രതിസന്ധി എങ്ങനെ വന്നു? ഈ ദൈവദാസന്മാർ എങ്ങനെ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു? പൗലോസിനെ നമുക്കറിയാം, ശീലാസിനെ നമുക്കറിയാം. അവർ ഒരു ചന്ത സ്ഥലത്തു കൂടി കടന്നുപോയവരാണ്. ആമേൻ. അവരിപ്പോൾ ചെന്ന് വീണത് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ. അവർ ചെയ്ത കുറ്റമെന്നതാ. ആമേൻ. അവർ ചെയ്ത കുറ്റം, അവർ പ്രാർത്ഥിക്കുന്നവരാ. ഹലോ, പ്രാർത്ഥിക്കുന്നവർക്കെതിരെ, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ചെയ്തു വെച്ച ചെയ്വനകൾ, ചെയ്തു വെച്ച ആവിചാരക്രിയകൾ, പ്രാർത്ഥിക്കുന്ന നിന്റെ ശരീരത്തിൽ കത്തി കൊണ്ടുവച്ച് സർജറി ചെയ്യിപ്പിച്ച പിശാചിന്റെ അമ്മിക്കയറുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16:17-18 ഒന്ന് വായിച്ചേ. 16:17-18 ഒന്ന് വായിച്ചേ. 17-18 ഒന്ന് വായിച്ചേ. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെ പിന്നാലെയും വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. അടുത്തത്, പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇതാ അവർ ചെയ്ത തെറ്റ്. ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒന്ന് സ്തുതിച്ചേ. പ്രാർത്ഥിക്കുന്നവനെതിരെ വരുന്ന പോര് കണ്ടോ? അന്യഭാഷ പറയുന്ന നിനക്കെതിരെ ആഞ്ഞൊടിക്കുന്ന കാറ്റ് കണ്ടോ? ഇന്നലകളിൽ വരെ ആമേഹല തല താഴ്ത്തി കിടന്നതല്ല. നീ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പത്തിയെടുത്ത് ഉയർന്നു നാടണമെങ്കിൽ ആമേ നീ മറ്റുള്ളവരെക്കാൾ ഒരു സാധാരണക്കാരിയാ. നീ ഇതിനകത്ത് ദൈവ അഭിഷേകം ചെയ്യപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് രാത്രി ഉറപ്പ് പറയാ. നിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന, നിന്റെ തലമുറയോട് വാദിക്കുന്ന, നിന്റെ പ്രിയപ്പെട്ടവനോട് വാദിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. പിശാചിന്റെ പരിപാടി, ഇവൻ മറഞ്ഞിരുന്ന ഇവന്റെ വർക്കൗട്ട് മുഴുവനും. സ്തോത്രം. ഇവൻ പുറത്തു വരത്തില്ല. ഇവൻ ഏതെങ്കിലും ശരീരത്തിന്റെ പുറകിൽ മറഞ്ഞിരിക്കും. ആമേൻ. ചില ദൈവദാസന്മാർ ശുശ്രൂഷയുമായി കൃപാസനത്തിൽ കയറുമ്പോൾ ഇത്തരം ശക്തികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ചിലരെ അങ്ങനെയുള്ളൊരു നിയോഗത്താൽ കൃപകൾ കൊടുത്ത് ദൈവം അവരെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും അഴിക്കാനും പറ്റത്തില്ല, എല്ലാവർക്കും ഭൂമി ചിലതിനെ പിടിച്ചു കെട്ടാനും പറ്റത്തില്ല. അത് പത്രോസുമാർക്കേ കഴിയത്തുള്ളൂ. സ്തോത്രം പറഞ്ഞേ. കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വചനഭാഗം ഒന്ന് വായിച്ചേ. മർക്കോസ് 1-ാം അധ്യായം 21-ാം വാക്യം മുതൽ 27 വരെ ഒന്ന് വായിച്ചേ. അവർ കവർന്നഹോമിലേക്ക് പോയി. ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ചെന്നു ഉപദേശിച്ചു. അവരുടെ ഉപദേശത്തിൽ
അവർ വിസ്മയിച്ചു. അടുത്ത്, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതാ ഇന്ന് രാത്രി ഹല്ലേലൂയ വാദിക്കുന്നേ. ഹല്ലേലൂയ. എടാ, കുടുംബങ്ങളെ വിട്ടിറങ്ങാൻ, ചില തലമുറകളെ വിട്ടിറങ്ങാൻ മനസ്സില്ലാതെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ചില വ്യാപാരമുണ്ട്. ഇന്ന് രാത്രി വചനം പറയുമ്പോൾ തന്നെ ചില കുടുംബം നിന്ന് അഴിഞ്ഞിറങ്ങുകയാ. മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇന്ന് രാത്രി മുഹൂർത്തക്കാരന് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ചില കെട്ടുകൾ അഴിക്കുവാൻ പറ്റും. കാരണം അഭിഷിക്തൻ തിരിഞ്ഞു മുഷിഞ്ഞൊന്ന് നോക്കിയതേയുള്ളൂ, അവളിലുള്ള ഭൂതം ഇറങ്ങിപ്പോയി. നീ കരമടിച്ചാൽ ചില വിടുതലുകൾ, കരമടിച്ചാൽ ചില വിടുതലുകൾ ഇന്ന് രാത്രി ഇറങ്ങി വരും. യെസ്, സുഡമന ഹസ്തരാജ വൈഡരാജ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അവളിലുള്ള ഭൂതത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. തീ കയറി കഴിഞ്ഞു. തീക്കകത്ത് ഇരിക്കാൻ പറ്റുമോ? തീക്കത്തിരിക്കാൻ പറ്റുമോ? നമ്മുടെ ദൈവം ആരാ? ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിനകത്തൊരു പോരാട്ടം വരാതെ വണ്ണം പലപ്പോഴും മാറി തിരിഞ്ഞു പോയെങ്കിൽ അത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രി ചിലത് ഒഴിഞ്ഞു പോയെങ്കിൽ ഹല്ലേലൂയ, ചില അപകടങ്ങൾ ഒഴിഞ്ഞു പോയെങ്കിൽ, ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോയെങ്കിൽ, പിശാച് നിനക്കെതിരെ വിരിച്ച വല, നിന്റെ പ്രിയപ്പെട്ടവനെതിരെ വിരിച്ച വല ഇന്ന് രാത്രി അഴിയട്ടെ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. സാത്താന്റെ പരിപാടി മറഞ്ഞിരുന്ന് ഇവന് വർക്കൗട്ട് മൊത്തം ചെയ്യും. പഴയ നിയമം പഠിച്ചപ്പോൾ പഴയ നിയമത്തിൽ ഒരു പ്രവാചകന്മാരും ഭൂതത്തെ പുറത്താക്കിയതായ ഒരു ശുശ്രൂഷ അവർ ചെയ്തിട്ടില്ല. കർമ്മേലിൽ കയറി പ്രാർത്ഥിച്ച് തീ ഇറക്കിയവരുണ്ട് പഴയ നിയമത്തിൽ. ശൂന്യങ്കാരത്തിയുടെ കുഞ്ഞ് മരിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തി എലീശ വന്ന് 7 റൗണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചു കിടന്ന ബാലൻ തുമ്മി എഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒത്തിരി അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ കാലത്തും ഇസഹാക്കിന്റെ കാലത്തും യാക്കോബിന്റെ കാലത്തും ഇങ്ങനെയുള്ള വിടുതൽ നടന്നു. പക്ഷേ മറഞ്ഞിരുന്ന വർക്കൗട്ട് ചെയ്ത് ദൈവജനത്തെ തകർത്തു മുടിച്ചുകൊണ്ടിരുന്ന ഈ പൈശാചിക ബാധയെ ഒരു പ്രവാചകന്മാരും പഴയ നിയമത്തിൽ പുറത്താക്കിയിട്ടില്ല. ആദ്യമായി ഭൂതത്തെ പുറത്താക്കിയത് എൻ്റെ ദൈവമാ. നമ്മൾ വചനം വായിച്ചില്ലേ? അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും അവൻ സഭയ്ക്കകത്ത് കയറി വരും. യേശു അത് കണ്ടുപിടിച്ചു. യേശു അത് കണ്ടുപിടിച്ചു. ഇവൻ വന്നാൽ ഇവൻ ചിലതിനെ ശാരീരികമായി ദണ്ഡിപ്പിക്കും, രോഗിയാക്കി മാറ്റും, വേണ്ടി വന്നാൽ കൂനി വരെ ആക്കും. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. സ്തോത്രം. 18 വർഷം കൂനിയായിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. എവിടെയാ? ലൂക്കോസ് 13:10 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 13:10 മുതൽ ഒന്ന് വായിച്ചേ. ആമേൻ. അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. വായിച്ചേ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ വണ്ണം കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ. നിക്ക്. സ്തോത്രം. എത്ര വർഷം? 18 വർഷം കൂനിയായ ഒരു സ്ത്രീ, ഒരു കൂനിയായ സ്ത്രീ. ആമേൻ. എവിടെ ഉണ്ടായിരുന്നു? പ്രതികരിക്ക്. പള്ളിക്കകത്തുണ്ടായിരുന്നു. വീട്ടിലല്ല, പള്ളിക്കകത്താ. സ്തോത്രം.
പ്രശ്നം ഏറ്റവും പുറകില അമ്മാമ്മ ഇരിക്കുന്നേ. ആമേൻ. വലിയ വലിയ വീട്ടിലുള്ളവരും വലിയ വലിയ പേരുള്ള കുടുംബക്കാരും അല്ല ഫ്രണ്ടിൽ ഇരിക്കുക. ഈ നിന്ദിക്കപ്പെട്ടവളും ഒതുക്കപ്പെട്ടവളും ഏറ്റവും പുറകില സീറ്റ്. അവർക്ക് വലിയ മാന്യതയൊന്നും കിട്ടത്തില്ല. കാരണം ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദേശത്തിൽ ഇത്തിരി ആമേ സ്തോത്രം എളിമപ്പെട്ട് അല്പം അഡ്ജസ്റ്റ് ചെയ്ത് ദാരിദ്ര്യത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് വലിയ മാന്യതയൊന്നും കിട്ടത്തില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഈ വലിയ വീടും കൊട്ടാരവും ഒക്കെ വെച്ച് വലിയ കാറും ഒക്കെ വീട്ടിൻ്റെ ഷെഡിലൊക്കെ കയറ്റിയിട്ട പുറത്തിറങ്ങി ചെറിയ മാന്യതയൊക്കെ കിട്ടും. ഒന്ന് സ്തോത്രം പറഞ്ഞേ. പക്ഷെ ഇവരാരും സ്വർഗത്തിൽ കാണത്തില്ല. ഇവിടെ പിച്ചപ്പാത്രം എടുത്ത് ഇറക്കുന്നവൻ അവിടെ കാണും. സ്വത്രം പറഞ്ഞില്ല. ഇവിടെ പുഴുവരിച്ച് മാന്തി ഹല്ലേലൂയ ധനവാന്റെ വീട്ടിൽ കിടക്കുന്നവനല്ല അബ്രഹാമിന്റെ മടി കയറും. സ്വത്രം പറ ഹല്ലേലൂയ. ഇവിടെ ധനവാന്മാര് കളിച്ച് നടക്കുന്നതൊന്നും പോകത്തില്ല, ഉറപ്പാ. അച്ചായ നീ പോകാൻ കരുതിയ യോഗം വെച്ചിരിക്കുന്നേ നിത്യ നരകത്തിലേക്ക് പോകാതെ വണ്ണ ഈ ദൂതെന്ന് കേൾക്ക്. അതുകൊണ്ട് ഒന്ന് മാനസാന്തരപ്പെട്. പള്ളി 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 എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് കെട്ടിവെച്ചോണ്ടിരിക്കാതെ പള്ളി കെട്ട് വിട്. പള്ളിയെ കുറിച്ച് പറയാം. കർത്താവ് ഇറങ്ങിയത് എവിടെയാ? ശബത്തിൽ അവനൊരു പള്ളിയിൽ ഇറങ്ങി. 18 വർഷം ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ വണ്ണം കൂനിയായ ഒരു സ്ത്രീ പള്ളിക്കകത്തുണ്ടായിരുന്നു. ഹലോ, ഏതൊക്കെയോ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുകി കരയിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, 2024 വരെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു മറുപടി വന്നില്ല എന്ന് പറഞ്ഞ് നീ മടുത്തു പോകരുത്. 2025 ദൈവം നിന്നെ കൊണ്ടുവന്നത് ഹല്ലേലൂയ തള്ളപ്പെട്ടവരുടെ നടുവിൽ, നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, കളിയാക്കിയവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് സമയമായെന്ന് ഉറപ്പുള്ളവർ കരമടിച്ചൊന്ന് സ്വീകരിക്കേ. ആക്ഷേപിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ, ഹാട്ടി പുറത്തിറക്കിയവരുടെ നടുവിൽ, നിന്നെ പലതും പറഞ്ഞ് ഹല്ലേലൂയ നിന്നെ കരയിപ്പിച്ചവരുടെ നടുവിൽ നീ ചെന്ന് കൈ നീട്ടിയപ്പോൾ ഹല്ലേലൂയ പല വാക്കുകൾ കൊണ്ട് മനോഭാരത്തോടു കൂടി ആ വീട് വിട്ട് ഇറങ്ങിപ്പോയ നിന്നോട് ദൂതുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്ന രാത്രിയാണ്. കഴിഞ്ഞ 2 മാസവും ഒരു വിടുതൽ നടന്നില്ല. ആ 2 മാസം കടന്നുപോയി. എന്നാൽ മാർച്ച് 14 നിന്റെ ദിവസമാ. ഇത് നിന്റെ സമയമോ? ശ്രദ്ധിച്ചേ, എന്നെ ശ്രദ്ധിച്ചേ, നിക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. യേശു അവളെ വിടുതൽ നടന്നോ? യേശു അവളെ കണ്ടു. വിടുതൽ നടന്നോ? നടന്നില്ല. യേശു അവളെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഫ്രണ്ടേലല്ല, അടുത്തെന്താ വായിച്ചേ? അടുക്ക വിളിച്ചെന്ന്. ശ്രദ്ധിച്ചേ. അപ്പൊ ഇരുന്നത് പുള്ളിക്കാരി ഏറ്റവും പുറകില്ല. മനസ്സിലായോ? കാരണം ചിലത് വിട്ടുകൊടുക്കത്തില്ല. പാരമ്പര്യം പറഞ്ഞ് ഫ്രണ്ടേല വന്നിരിക്കുക. പള്ളി വെച്ചു കൊടുത്തത് ഞാനാണ്, ബെഞ്ച് അടിച്ചിട്ട് കൊടുത്തത് ഞാനാണ്, ഫാൻ വാങ്ങി തൂക്കിയത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങാടിക്കിലും പള്ളിയിലും മുഖ്യ സ്ഥാനത്ത്, മുഖ്യ കസേരയിൽ അമ്മാമ്മമാരും അച്ചായന്മാരും കയറിയിരിക്കുക. പാവപ്പെട്ട കൂനി ഏറ്റവും പുറകില്. തമ്പുരാൻ ശബത്തിൽ പള്ളിക്കകത്ത് അങ്ങ് ഇറങ്ങിയപ്പോൾ ഒന്ന് നോക്കി, എല്ലാരെയും നോക്കി. 10,000 പള്ളിക്കകത്ത് ഇരിക്കുക. സ്തോത്രം. അതിൽ ഒരുവനെ കണ്ടെന്ന്. ഹലോ, ഇന്ന് രാത്രി ഏതോ വിഷയത്തിന് നൊമ്പരവുമായി വേദനയോടുകൂടി കന്നിരുന്ന് കരയുന്ന ദൈവവൈതലേ, നിന്നോടാ ഈ ദൂത് പറയുന്നേ. ആരും നിന്നെ കണ്ടില്ലെങ്കിലോ, ദേശം നിന്നെ കണ്ടില്ലെങ്കിലോ, പള്ളിക്കാർ നിന്നെ കണ്ടില്ലെങ്കിലോ, യേശു ഇന്ന് രാത്രി നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു. വിടുതൽ നടന്നോ? വിടുതൽ നടന്നില്ല. ആമേൻ. അടുക്കൽ വിളിച്ചപ്പോൾ അച്ചായന്മാരും അമ്മാമ്മമാരും കണ്ണു തുറന്ന് ആരെ കണ്ടു?
ആ, കാരണം വിളിക്കാൻ ഒരു പേരും അവരിട്ടിട്ടുണ്ട്. എന്താ പേര്? ഞാൻ ചോദിക്കട്ടെ, ഈ സഹോദരി കഴിഞ്ഞ 18 വർഷമായി പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം എന്നതാ? കർത്താവേ, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. കണ്ടോ, എൻ്റെ കൂന് സൗഖ്യമാക്കണമേ എന്നല്ല, എൻ്റെ രോഗത്തെ തമ്പുരാനും അത് തന്നെ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേ, വചനത്തിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. രോഗാത്മാവ് ബാധിച്ചു ഒത്ത് നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ, ഇതൊരാത്മാവ, ഒരു രോഗാത്മാവ. ഇന്ന് രാത്രി അങ്ങനെയുള്ള ആത്മാവ് ഏതെങ്കിലും ശരീരത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം വിട്ട് ഇറങ്ങടാ. അത് തലവേദന എന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കോ. ആമേൻ. നടുവേദന എന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കോ. ഉദര സംബന്ധമായ ആത്മാവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ ശരീരം വിട്ട് ഇറങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ രാത്രി കൽപ്പിക്കുന്നു, അധികാരത്തോടെ കൽപ്പിക്കുന്നു, ഹേ രോഗാത്മാവേ, ശരീരം വിട്ട് ഇറങ്ങ്. ചുടമന ഹസ്തരാജ വൈഡരാജ, യേശുവിന്റെ നാമത്തിൽ തീ 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 തീ. നന്മയെ കെടുത്തി നന്മയില്ലാതെ വേണം നിന്നെ ഒതുക്കി വെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. ഈശോ അവളെ കണ്ട് കൈ നീട്ടി അവളെ വിളിച്ചു. സ്തോത്രം. അടുത്ത്, സ്ത്രീയെ, മതി, അവിടെ നിർത്തണം, അവിടെ നിർത്തണം, അവിടെ നിർത്തണം. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. വിടുതൽ നടന്നോ? വിടുതൽ നടന്നോ? നടന്നോ? വിടുതൽ നടന്നില്ല. ആമേൻ. അഴിഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താ പറയാ, 100% ആയില്ല. സംഗതി അഴിഞ്ഞോണ്ടിരിക്കുക. ആരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞോണ്ടിരിക്കുക. സ്വത്രം പറഞ്ഞേ. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. സൗഖ്യം നടന്നില്ല. ഫ്രണ്ടിൽ വന്ന് ഒതുക്കപ്പെട്ടവൾ, ഹല്ലേലൂയ, ഏറ്റവും മുന്നിൽ വന്ന്, അമ്മ, ഇന്ന് രാത്രി നീ എവിടെയൊക്കെ ഒതുങ്ങിപ്പോയോ, ആര് നിന്നെ ഒതുക്കി വെച്ചോ, ഇന്ന് രാത്രി ആ കെട്ടുതയോ അഴിക്കുകയാണ്. ഇന്ന് രാത്രി ആ വിടുതൽ നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ചില അസ്ഥികളിൽ നിന്നും, ചില മച്ചകളിൽ നിന്ന്, ചില അണുബാധകൾ, അനാവശ്യമായ ചൊറിച്ചിലുകൾ യേശുവിന്റെ നാമത്തിന് അഴിഞ്ഞുപോ. അഴിയട്ടെ, 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 അഴിയട്ടെ. തീ കത്തുകയാ, തീ കത്തുകയാ, തീ കത്തുകയാ, തീ കത്തുകയാ. രോഗമണ്ഡലങ്ങൾ, രോഗശക്തിയുടെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഫയർ, ഫയർ, തീ. തൊടുന്നു, 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 തൊടുന്നു. കർത്താവ് ചിലതിനെ തൊടുന്നു. യേശു ചിലതിനെ തൊടുന്നു. ഇന്ന് രാത്രി ചിലതിനെ തൊടുന്നു. നീ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ, നിന്റെ അവസ്ഥ അറിയുന്നവൻ, നിന്റെ കരച്ചിൽ കാണുന്നവൻ, നിന്റെ കണ്ണുനീര് തുരുത്തിയിൽ വീണിട്ടുണ്ട്. അവൻ തുരുത്തിയുമായി ഇറങ്ങിയിട്ടുണ്ട്, തുരുത്തിയുമായി ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഇത്തിരി പഴക്കം ചെന്നാലും എന്റെ ദൈവത്തിന് വിഷയമല്ല, അവൻ ഇറങ്ങും. പകലെടുത്ത ദൂത 38 വർഷം ഇളക്കവും കാത്തുകൊണ്ട് ഒരുത്തൻ കിടക്കുക. സ്വത്രം പറഞ്ഞില്ല. അവന്റെ ഫ്രണ്ടിൽ കൂടിയാണ് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോണേ പലരും. സ്വത്രം പറ. പലരും ഫ്രണ്ടിൽ കൂടി ഇപ്പൊ വിടുതൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അവന്റെ വിടുതൽ പുറകുവശത്തു കൂടിയാ. ഹല്ലേലൂയ. 12 വർഷം രക്തസ്രാവമുള്ളവൾ ഫ്രണ്ടേല് വന്നു, സ്തോത്രം നടന്നില്ല. പുറകുവശത്ത് വന്ന് തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചെന്നു. ആമേ, ഹല്ലേലൂയ. ആവരൊക്കെയോ തള്ളപ്പെട്ട കഴുതയെ പോലെ ഇന്ന് രാത്രി ദൂത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേ, നിന്റെ വിടുതൽ ഏറ്റവും പുറകിൽ നടക്കുകയാണ്, ഏറ്റവും പുറകിൽ നടക്കുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത അളവിൽ നീ കൊണ്ടുവന്ന വിഷയ യേശു പരിഹരിക്കുകയാ ഇന്ന് രാത്രി. ശ്രദ്ധിച്ചേ. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം
അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഓ ഹല്ലേലൂയ. ചില കൈവപ്പിൽ ചിലത് അമരും. തല ഉയർത്തി നിനക്കെതിരെ വെല്ലുവിളിച്ച് നിന്നത്, നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് അവകാശം പറഞ്ഞിരുന്നതിന് തമ്പുരാൻ കൈ ശിരസിൽ വെച്ച് ആമേ ഹല്ലേലൂയ അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓ കഴിഞ്ഞ 18 വർഷം ചുമന്ന രോഗബന്ധന ആ നിമിഷം ദൈവം അഴിച്ചു. ഹലോ, പരിഹസിച്ചവരും കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും ഒക്കെ നോക്കി നിൽക്കേ, എല്ലാ കാണികളും നോക്കിയിരിക്കെ ആ 18 വർഷം അവേ കൂനിയായവൾ നിവർന്നെങ്കിൽ ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ദൈവവൈതലേ, രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേ രോഗശയ്യയിൽ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ സ്തോത്രം പറഞ്ഞേ. 2 ദൈവദാസന്മാർ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. തുടക്കം എവിടെ നിന്നറിയാവോ? തുടക്കം എവിടെ നിന്നറിയാമോ? ചന്തസ്ഥലത്ത് അതുവഴി നടന്നു പോയവരാ. ആമേ സ്തോത്രം. അവിടെ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നൊരു ബാല്യക്കാരെത്തി ഒരു ഭൂതത്തെയും പിടിച്ചു വെച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് അവിടെ ഇരുന്നു. കുടുംബങ്ങളെ തെറ്റിപ്പിക്കുന്ന ചില ദുർഭൂത ശക്തികൾ 2025 ദേശം വിട്ടിറങ്ങും. പ്രാർത്ഥിക്കുന്ന ഒരുത്തി ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ, അറുത്ത രാത്രിയുടെ യാമത്തിൽ നീ മുട്ടുമടക്കാൻ തയ്യാറെങ്കിൽ, ആ ദേശത്തെ ചുറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക കാരണം നിന്റെ വാക്കകത്തുനിന്ന് തീ ആമേ പുറത്തു വരും. ആ തീ കൊണ്ട് ചിലത് വെന്ത് വെണ്ണീരാകും. ആമേൻ ആമേ ഹല്ലേലൂയ. ആയിരക്കണക്കിന് ഭൂതം ആമേ ഒരുമിച്ചിരിക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവിൽ കെട്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി വിടുതൽ നിന്റെ കുടുംബത്തിൽ ഇറങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ട് അവരെ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കാൻ കഴിഞ്ഞില്ല. ആരാധന ശക്തിപ്പെട്ടു, പ്രാർത്ഥന പാട്ടായെന്ന്. ഓ പ്രാർത്ഥന പാട്ടായപ്പോ ഹല്ലേലൂയ അവരെ ചങ്ങല അഴിഞ്ഞെന്ന്. ഇന്ന് രാത്രി നീ കൈയടിച്ചാൽ, നീ ആരാധിച്ചാൽ നിന്റെ ബന്ധന ഫോട്ടോ പാസ്റ്റർ കൈവച്ചിട്ടല്ലോ. ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കേ, ശക്തമായി ആരാധിക്കേ. യെസ്, ചൂടമാന ഹസ്തരാജ വൈഡരാജ റിബലാഭ ശബ്ദലാഭ ചില ബാധകൾ വിട്ടിറങ്ങണ പിശാചേ. യേശുവിന്റെ നാമത്തിൽ നിനക്കെന്ത് അധികാരമാണ് ശരീരത്തിൽ കയറിയിരിക്കുവാൻ? കള്ള പിശാചേ, യേശുവിന്റെ നാമത്തിൽ ആ നാഗത്തിന്റെ പോരഴിയട്ടെ ശരീരം വിട്ട്. യേശുവിന്റെ നാമത്തിൽ ശൂലമിട്ട് നിന്നെ മാമേ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബാധ പലപ്പോഴും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാതെ നിനക്കെന്ത് അവകാശമാണ് ഈ ശരീരത്തിൽ? ഇറങ്ങണ സാത്താനെ. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. കാരാഗ്രഹത്തിനകത്ത് വിടുതൽ നടന്നു. 2 പേരും സ്വതന്ത്രമായി. എത്ര പേരാ സ്വതന്ത്രമായേ? എത്ര പേരാ? കാരാഗ്രഹത്തിനകത്ത് നിന്ന് എത്ര പേരാ പുറത്തു വന്നേ? എത്ര പേരാ പുറത്തു വന്നേ? 2 പേരാണോ? 2 പേരാണോ? മുഴുവൻ പ്രതികളും. അതിനകത്ത് കൊലപ്രതികളുണ്ട്, ഒന്നിലധികം കൊന്നവരെയുണ്ട്. സ്വത്രം പറ. മനസ്സിലായില്ല? ഹല്ലേലൂയ. ജോളി എപ്പോഴും അവൾ 6 കൊന്നിട്ടൊക്കെ പോയേ. ഹല്ലേലൂയ. പക്ഷേ ആ കാലഘട്ടത്തിൽ ആമേ ഹല്ലേലൂയ 5ഉം 10ഉം കൊന്നതെല്ലാം പുറത്തു വന്നെന്ന് ഒറ്റ ആരാധനയിൽ മാനസാന്തരമേ. അതിനകത്ത് കിടന്ന കുലവാദികൾക്ക് ദൈവം ഒരുക്കിയെങ്കിൽ, 2 പേരെ കാരാഗ്രഹത്തിൽ കൊണ്ടുചെന്ന് ദൈവം പ്രാർത്ഥിപ്പിച്ചെങ്കിൽ, അതിനകത്ത് കിടന്ന ഉമ്മര പടിവാതിലുകൾ കുലുങ്ങി അവിടെ ബന്ധനങ്ങൾ അണിഞ്ഞ് ഒരു വിശുദ്ധ സഭായോഗം കൂടേണ്ട ആളുകൾ പൗലോസിന്റെ കൂടെ നിൽക്കുകയാണ്. ഹലോ, നിന്നെ പൂട്ടിയിട്ടവൻ നിനക്കെതിരെ ആമേ വിധിച്ചവൻ ഹല്ലേലൂയ ഇപ്പൊ ഇരുട്ടത്ത് കിടന്ന് തപ്പുകയാ. കാര്യങ്ങളൊക്കെ അറിയാം,
പക്ഷെ വരാൻ വയ്യ. അവസാനം പറയുക, കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഈ അനുഭവം, ഈ സാന്നിധ്യം ഞങ്ങൾക്കും വേണം. സ്തോത്രം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണം. മറ്റാരുടെ കാര്യം എനിക്കറിയണ്ട, ഞാനും എൻ്റെ കുടുംബം റെഡിയാ. ഓക്കെ. കാരാഗ്രഹ പ്രമാണി തീരുമാനമെടുത്ത് പൗലോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ രക്ഷ വേണമെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. വെളിച്ചം ചോദിച്ചോണ്ട് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ മുമ്പിൽ വീണു. യജമാനന്മാരെ, ഈ രക്ഷ എനിക്ക് വേണോ? പനയങ്കോട് ദേശമേ, ഈ രക്ഷ നിനക്ക് വേണോ? വെളിച്ചമില്ലാതെ അനേകം പേര് കിടക്കുക. എത്ര കേട്ടിട്ടും സ്തോത്രം ഒരൽപ്പം വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറാകാത്ത അനേകർ കിടക്കുക ഈ നാട്ടിൽ. കർത്താവിൻ്റെ വരവെടുത്തിരിക്കുക. എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാർ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി അലമുറയിട്ട് കരയണം. കാരണം ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്ന് സുലഭമാണ്. എല്ലാവരും ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെപ്പോലെയുള്ളവർ റോഡ് സൈഡിൽ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല. ഇവിടുത്തെ ന്യായപാലകന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന നീ ഞാൻ എഴുന്നേറ്റാലുണ്ടല്ലോ, ഇത് അവസാനിക്കും. നമുക്ക് വേണ്ടി പടവെട്ടുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങും. ഇന്ന് രാത്രി കരമടിച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നേ. ഒരു കാരാഗ്രഹത്തെ ഇളക്കിയെങ്കിൽ, രണ്ടുപേരുടെ പ്രാർത്ഥന കാരാഗ്രഹത്തെ ഇളക്കിയെങ്കിൽ, ഒന്നിലധികം കുലപാതകം ചെയ്ത കുലപാതകൾ മാനസാന്തരപ്പെട്ട് പുറത്തു വന്നെങ്കിൽ പനയങ്കോട് നാട് അനുഗ്രഹിക്കപ്പെടട്ടെ. കരമടിച്ച് ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ കരമടിച്ച് അന്യഭാഷയോടുകൂടി നമ്മൾ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അർദ്ധരാത്രി പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മളെ ആരൊക്കെ ശ്രദ്ധിക്കൊണ്ട് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഭാരത്തോടും വേദനയോടും ജപ്തിയുടെ വക്കിലാണോ നീ ആയിരിക്കുന്നത്? അതിനകത്തൊരു വ്യത്യാസം വരുത്തുവാൻ നീ കേൾക്കുന്ന ഈ സുവിശേഷത്തിന് കഴിയോ? യേശുവേ എന്ന് ഇരിക്കുന്ന ഇരുൾപ്പഴത്തിൽ ഇരുന്നു കൊണ്ട് ആ ശിരസ് ഉയർത്തിപ്പിടിച്ചൊന്ന് വിളിക്കേ, യേശുവേ എന്നെ സഹായിക്കണമേ. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം യോഗത്തിൽ ഞാൻ വന്ന് ഒരു നന്ദി വാക്ക് പറഞ്ഞുകൊള്ളാം, ഒരു സാക്ഷി ഞാൻ പറഞ്ഞുകൊള്ളാം. എൻ്റെ കടഭാരത്തിനൊരു ആശ്വാസം തരണമേ. എൻ്റെ മകൻ മടങ്ങി വരണമേ. അവൻ്റെ മദ്യപാനം മാറി മടങ്ങി മാനസാന്തരപ്പെട്ട് വരണമേ. എത്ര പേർക്ക് കരയുവാൻ കഴിയും? ആ കരങ്ങളെ അടിച്ച് അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന ആരാധന യാഗെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഗെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ബന്ധന വഴിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, മൺകുടമുടയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, മൺകുടമുടയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ആരാധന എല്ലാവരും വാ തുറന്ന് ആരാധന യാഗെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ഹല്ലേലൂയ. ആരാധന യാഗെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, രോഗങ്ങൾ പൂർണ്ണമായി മാറിയിടട്ടെ. നിൻ സഭ വളർന്നങ്ങും എണ്ണത്തിൽ പെരുകുവാൻ, നിൻ സഭ വളർന്നങ്ങ് എണ്ണത്തിൽ പെരുകുവാൻ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ. നിത്യം സ്തുതിച്ചിടും ഞാൻ. കർത്താവിൽ ആരാധിക്കും കർത്താവിനെ.
പാടിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ. അങ്ങേ എല്ലാ ദൈവമക്കളും കരമടിച്ച ഭാഷകളിൽ അല്പസമയം കൂടി കർത്താവിനൊന്ന് ആരാധിച്ച ഹല്ലേലൂയ. ആ ശരീരങ്ങളിൽ ചൂടടയാളം ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി ചില ദൈവമക്കളുടെ മേൽ ഇറങ്ങി വരികയാ. ചില ഭാരങ്ങൾ, ചില വേദനകൾ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ വിട്ട് പുറത്തിറങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലുള്ള ഞെരുക്കങ്ങൾ അഴിയട്ടെ. രാത്രി വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ. ശരീരങ്ങളിൽ ശ്വാസം മുട്ടലിട്ട് ശ്വാസ തടസ്സത്തെ ബന്ധിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അഴിയുന്നു. ശ്വാസ തടസ്സം മാറുകയാണ്. ഇന്ന് രാത്രി ഒരു അത്ഭുത വിടുതൽ നടക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില രോഗശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. ചില രോഗമണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. കർത്താവ് ആ കൂനിയുടെ ശിരസിൽ കൈവച്ച് പറഞ്ഞു, ഹല്ലേലൂയ സഹോദരി, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ശിരസിൽ കൈവച്ചോ, അവൾ നിവരുവാനിടയായി. ഇന്ന് രാത്രി ഹല്ലേലൂയ ചില രോഗസൗഖ്യം നടക്കുകയാണ്. ചില ശിരസുകളിൽ സൗഖ്യം ഇറങ്ങി വരികയാണ്. ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടുകയാ. നിന്റെ കരച്ചിന് മറുപടി വരികയാ. ദൈവം ഒരു അത്ഭുതം ഇന്ന് രാത്രി ചെയ്യട്ടെ. നിന്റെ കുടുംബത്തിൽ ചെയ്യട്ടെ. നിന്റെ തലമുറകളിൽ ചെയ്യട്ടെ. Mighty power right now ഇപ്പോൾ തന്നെ ദൈവിക വിടുതൽ പ്രാപിക്കാം. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടുന്നു. ചില രോഗങ്ങൾ അഴിയുന്നു. രോഗസൗഖ്യം നടക്കുന്നു. വർഷങ്ങളായി നിന്നെ ഒതുക്കി ഞെരുക്കി വെച്ച ചില മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ പൊട്ടുന്നു. ചില ശരീരങ്ങൾ ഫ്രീ ആകുന്നു. യെസ്, ചില ബാധകൾ പുറത്തിറങ്ങുന്നു. ചില പോരുകൾ അഴിയുന്നു. യെസ്, ആമേൻ.